വീണ വിജയൻ പിണറായിയുടെ വീട്ടിൽ നിന്നും മുങ്ങി. ഇന്ന് പുലർച്ചെ വീണ വിജയൻ പോലീസിന് പോലും വിവരങ്ങൾ നൽകാതെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി. പിണറായിയിലെ വീട്ടിൽ വൻ പോലീസിന്റെയും പാർട്ടിക്കാരുടെയും അകമ്പടിയിൽ കഴിഞ്ഞ വീണ വിജയൻ എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എങ്ങോട്ടാണ് ഒളികേന്ദ്രം മാറിയത് എന്ന് സ്റ്റേറ്റ് പോലീസിന്റെ ഇന്റലിജൻസിന് പോലും അറിയില്ല. ഞാനെന്താ അതിന് ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം, മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. എവിടെ ഞാനത് ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറി നല്ല സ്ഥല. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. തിരുവനന്തപുരത്ത് വലിയ റെയ്ഡുകളും അന്വേഷണങ്ങളും ഉണ്ടാകുമെന്ന ഭയത്തിൽ വീണ വിജയൻ അച്ഛന്റെ വസതിയിൽ എത്തിയിരുന്നു. നരകാസുരന് കുട്ടിച്ചാത്തൻ കൂട്ട്. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ പ്ലീസ്. വീണ വിജയൻ അവിടെ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വിഷയത്തിലുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കാതെ ഒളിച്ചു നടക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം ഉയരുകയാണ്. അന്യായമല്ലേ സാർ? ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാമോ? എന്താ ഒരു പാവം പെൺകുട്ടിയോട്? വിജയന്റെ മകൾ ഗോതമ്പുണ്ട തിന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ ഇപ്പൊ മഴയാണോ? മഴയാവില്ല സാവിത്രിയെ, അതാ ചെക്കന്റെ കണ്ണീരാവും. എല്ലാം നീ തകർത്തു. അതിന്റെ ഒരു പ്രയാസമുണ്ട്. അതിപ്പോ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ പേടി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? ഇനി പോവല്ലോ.